നമ്മുടെ സാന്നിധ്യം ആവശ്യമില്ലാത്ത സ്ഥലത്ത് തുടരാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കോമാളിയുടെ വേഷം മാത്രമേ അവിടെ നമുക്ക് ലഭിക്കൂ. നമ്മൾ ദുർബലനാണെന്ന് പറയാൻ അവർക്കും തെളിയിക്കാൻ നമുക്കും അവകാശമുണ്ട്. നമ്മുടെ മുറിവുകളിൽ കുത്തി നോവിക്കാനായി അവസരം കാത്തിരിക്കുന്നവരുടെ മുന്നിൽ ഒരിക്കലും മനസ്സിൻ്റെ വാതിലുകൾ തുറന്നിടരുത്. ലക്ഷ്യമില്ലാതെ തൊടുക്കുന്ന അമ്പ് പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും. സന്തോഷം നമ്മൾ തന്നെ സമ്പാദിക്കണം. വേദന മറ്റെല്ലാവരും നമുക്ക് സൗജന്യമായി നൽകും. ചേർത്തു പിടിക്കാൻ കൈകൾ തന്നെ വേണമെന്നില്ല. സ്നേഹത്തോടെ പറയുന്ന ഓരോ വാക്കും ഓരോ ചേർത്തു പിടിക്കലുകളാണ്. ഈ ലോകത്തിൽ ഒന്നും സ്ഥിരമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികമായി വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം സാഹചര്യം എത്ര മോശമായാലും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. സംസാരം കുറഞ്ഞ് വരുന്നതിനനുസരിച്ച് ബന്ധങ്ങളും അവസാനിച്ചുകൊണ്ടിരിക്കും. നമുക്കൊരു തളർച്ച വന്നപ്പോൾ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യർ ഉണ്ടെങ്കിൽ അവരെ ഒരിക്കലും വീണ്ടും വിശ്വസിക്കരുത്. ഒരു സാഹചര്യത്തെയോ വ്യക്തിയെയോ ഓർത്ത് ഭയപ്പെടരുത്. കാരണം നിങ്ങളുടെ പ്രതികരണമില്ലാതെ രണ്ടിനും നിങ്ങളെ ഒന്നും ചെയ്യാനാകില്ല. ശരിയായത് എല്ലായ്പ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുന്നതാകട്ടെ എല്ലായ്പ്പോഴും ശരിയുമല്ല. നമുക്ക് വേണ്ടി മറ്റൊരാൾ കണ്ടെത്തുന്ന സമയമാണ് നമുക്ക് അയാൾ കൽപ്പിക്കുന്ന മൂല്യം. വിജയം നേടാൻ ശ്രമിക്കുക. അസൂയയെ മാറ്റി നിർത്തുക. അറിവ് സമ്പാദിച്ചുകൊണ്ടിരിക്കുക. സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. ജീവിതം എല്ലായ്പ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങിയെന്ന് വരില്ല. മനോഭാവം നിങ്ങളുടെ ജീവിത വിജയത്തെ സ്വാധീനിക്കും. നമുക്ക് നല്ല ജീവിതമോ ചീത്ത ജീവിതമോ നൽകിയിട്ടില്ല. നമുക്കൊരു ജീവിതം നൽകിയിട്ടുണ്ട്. അത് നല്ലതോ ചീത്തയോ ആക്കേണ്ടത് നമ്മളാണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല. അത് മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും ഉള്ള കഴിയുന്നതാണ്. ആരുടെയും മുന്നിൽ വ്യക്തിത്വം അടിയറവ് വയ്ക്കരുത്. നമ്മുടെ വ്യക്തിത്വം മാനിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ സാധിക്കണം. ഈ ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണോ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യുക. ചെയ്യാൻ വലുതായി ഒന്നുമില്ലാത്തതല്ല. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതാണ് തെറ്റ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതിനെ സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ലഭിക്കാത്തതിനെ വെറുക്കരുത്. നിങ്ങൾ കാണാത്തത് പറയരുത്. നിങ്ങൾ ചെയ്യാത്തതിനെ വിലയിരുത്തരുത്. നിങ്ങൾ വീണുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നതല്ല, നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള ജീവിതയാത്രയെ നിയന്ത്രിക്കുന്നത്. ആഗ്രഹങ്ങളെല്ലാം സാധിക്കാതെ വരുമ്പോൾ വിഷമിക്കരുത്. ആഗ്രഹിക്കാൻ പോലും അവകാശമില്ലാത്തവരുണ്ട് ഈ ഭൂമിയിൽ. മനുഷ്യൻ്റെ സ്വഭാവം രണ്ടു തരമാണ്. ആവശ്യമുള്ളപ്പോൾ അവർ തേൻ പോലെ മനോഹരമായി സംസാരിക്കുന്നു. ആവശ്യം കഴിഞ്ഞാൽ അവർ തേളിനെ പോലെ കുത്തി സംസാരിക്കുന്നു. അർഹിക്കുന്നവർക്ക് മാത്രമേ എന്തും കൊടുക്കാവൂ. സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും ഇങ്ങോട്ട് കിട്ടാത്ത ഒന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ല. ഈ ലോകത്ത് ആരെയും അധികം ആശ്രയിക്കരുത്. കാരണം ഇരുട്ടിൽ സ്വന്തം നിഴൽ പോലും നിങ്ങളിൽ നിന്ന് അകലും. മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്ക് തുണയായി ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് എപ്പോഴും ഓർക്കുക. മനസ്സിന് എന്തിനേയും താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ ശരീരം താനെ ലക്ഷ്യത്തിലേക്ക് കുതിക്കും. എന്നാൽ മനസ്സിന് കരുത്തില്ലെങ്കിൽ ശരീരം എത്ര ബലവത്തായിട്ടും കാര്യമില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല. അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കുമാവില്ല. നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുമ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത്. നിങ്ങൾ ശരിയായി ജീവിതത്തെ ഗൗനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അർഹമായതെല്ലാം ജീവിതം നൽകും. നിങ്ങൾ ഭാവിയെ ഭയപ്പെടുന്നു ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം നിങ്ങൾ ഇന്നത്തെ ദിവസം പാഴാക്കുന്നു എന്നതാണ്. ജീവിതത്തിൽ ഉള്ളത് മാത്രം നോക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും കൂടുതൽ ഉണ്ടായിരിക്കും. ജീവിതത്തിൽ ഇല്ലാത്തത് നോക്കിയാൽ നമുക്ക് ഒരിക്കലും തികയില്ല. ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു നുണ പറയുമ്പോൾ ഓർക്കുക,
തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത വിധം അതിൽ നഷ്ടമാകുന്ന ഒന്നുണ്ട്. അതാണ് വിശ്വാസം. ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. നിങ്ങളോടൊപ്പം ഉള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. തളർന്നു വീണത് കണ്ടാൽ ചിരിക്കാൻ പലരുമുണ്ടാകും എന്ന തിരിച്ചറിവിൽ നിന്നാണ് താങ്ങാൻ ആളില്ലെങ്കിലും വീണ്ടും ഉയർന്നു നിൽക്കണമെന്ന ബോധ്യമുണ്ടാകുന്നത്. നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ കഠിനമായി ശ്രമിക്കുന്ന ഒരാളെ നിങ്ങൾ വിട്ടുകളയരുത്. കാരണം നിങ്ങളുടെ പോരായ്മകൾ മറികടക്കാൻ വേണ്ടത്ര ക്ഷമയുള്ള ഒരാളെ കണ്ടെത്തുന്നത് എല്ലാ ദിവസവും സംഭവിക്കുന്ന ഒന്നല്ല. അവരെ എന്ത് വില കൊടുത്തും കൂടെ കൂട്ടുക. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. ജീവിതം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിനാലാണ് പലരും പരാജയപ്പെടുന്നത്. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും.